പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിലെ 4ാമത്തെ ഭാഗം വീഡിയോ ആണ്. ഓക്കെ, ഇതിനു മുമ്പുള്ള 3 പാർട്ടുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് മെറ്റീരിയൽ സയൻസ് എന്ന ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളാണ്. അതായത് മെറ്റലിൻ്റെ കുറച്ച് സവിശേഷതകൾ എന്ന ഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ ഹാസ് ഇറ്റ്സ് പവർ ഓഫ് റിട്ടേണിംഗ് ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആഫ്റ്റർ ദ അപ്ലൈഡ് ഫോഴ്സ് ഈസ് റിയലൈസ്ഡ്? ഉത്തരം എലാസ്റ്റിസിറ്റി. ഇതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് പാടാണെന്ന് കരുതിയൊന്നും വേണ്ട. അതായത് ഈ ഒരു വസ്തുവിന് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നു. ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിൻ്റെ രൂപത്തിൽ എന്ത് ചെയ്യുന്നു, ഒരു മാറ്റം വരുന്നു എന്ന് കരുതുക. എന്നാൽ ഈ ഒരു ഫോഴ്സ് റിയലൈസ് ചെയ്യുമ്പോൾ, ഈ ഒരു ഫോഴ്സ് തിരിച്ചെടുക്കുമ്പോൾ അത് വീണ്ടും പഴയ രൂപത്തിലേക്കാകുന്ന ആ ഒരു ഗുണത്തെ പറയുന്ന പേരാണ് എന്ന് പറയുന്നത് എലാസ്റ്റിസിറ്റി. ഉദാഹരണം, നമ്മളൊരു റബ്ബർ അതിനെ ഫോഴ്സ് കൊടുത്തത് വലിക്കുകയാണ്. ഇങ്ങനെ വലിച്ചതിന് ശേഷം ആ ഒരു റബ്ബർ വീണ്ടും എന്ത് ചെയ്യുന്നു, ആ ഒരു ഫോഴ്സ് വിട്ട് കഴിയുമ്പോൾ അത് പൂർണ്ണ രൂപത്തിലേക്ക് വരുന്നു, സാധാരണ രൂപത്തിലേക്ക് വരുന്നു. ആ ഒരു ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഏത് മെറ്റീരിയൽ ഗുണമാണ്? വിച്ച് പ്രോപ്പർട്ടി ഓഫ് മെറ്റലിൻ്റെ ഏത് സ്വഭാവ സവിശേഷതയാണ്? ആസ് ഇറ്റ്സ് പവർ ഓഫ് റിട്ടേണിംഗ് ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആഫ്റ്റർ ദ അപ്ലൈഡ് ഫോഴ്സ് ഇസ് റിയലൈസ്ഡ്. ഉത്തരം എലാസ്റ്റിസിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റൽ പോസസ്ഡ് ബൈ ഇറ്റ് മെൽറ്റ്സ് വെൻ ഹീറ്റ് ഈസ് അപ്ലൈഡ്? അപ്പം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ ശ്രദ്ധിച്ചിരിക്കുക. ഈ ഒരു അക്ഷരം ഒന്നും വലിയതായിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കത്തില്ല, പെട്ടെന്ന് തയ്യാറാക്കി നോട്ടാണ്. ഓക്കെ, അപ്പം വിച്ച് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റൽ പോസസ്ഡ് ബൈ ഇറ്റ് മെൽറ്റ്സ് വെൻ ഹീറ്റ് ഈസ് അപ്ലൈഡ്. ഇതും വലിയ ഭാരമേറിയ ക്വസ്റ്റ്യനൊന്നുമല്ല. അതായത് ഏതൊരു സവിശേഷതയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹീറ്റ് കൊടുക്കുമ്പോൾ, ചൂട് കൊടുക്കുമ്പോൾ ഉരുകുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഉത്തരം ഫ്യൂസിബിലിറ്റി എന്നാണ്. വിച്ച് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റൽ പൊസസ്ഡ് ബൈ മെൽറ്റ് വെൻ ഹീറ്റ് ഈസ് അപ്ലൈഡ്? ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, മെൽറ്റ് ആകുന്ന മെറ്റലിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫ്യൂസിബിലിറ്റിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് അലോയ് ഈസ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക് ലാമ്പ് ആസ് ഫിലമെൻറ്റ്? ഇലക്ട്രിക് ലാമ്പുകൾ ഫിലമെൻ്റായിട്ട് ഉപയോഗിക്കുന്നത് കൊബാൾട്ടാണോ, വെനേഡിയം ആണോ, സിലിക്കൺ ആണോ, ടങ്സ്റ്റൻ ആണോ? ഉത്തരം ടങ്സ്റ്റൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വാട്ട് മെറ്റൽ കണ്ടെയ്ൻഡ് ഇൻ ബ്രാസ് അലോയ്? ഏത് മെറ്റലിലാണ് ബ്രാസ് അലോയ് അടങ്ങിയിരിക്കുന്നത്? കോപ്പർ ആൻഡ് സിങ്ക്. വാട്ട് മെറ്റൽ കണ്ടെയ്ൻഡ് ഇൻ ബ്രാസ് അലോയ്? ഉത്തരം കോപ്പർ ആൻഡ് സിങ്ക്. അടുത്ത വിച്ച് കാസ്റ്റ് അയൺ കനോട്ട് ബി വെൽഡഡ്? ഓക്കെ, വിച്ച് കാസ്റ്റ് അയൺ കനോട്ട് ബി വെൽഡഡ്? അതായത് വെൽഡ് ചെയ്യുവാനായിട്ട് സാധിക്കാത്ത കാസ്റ്റ് അയൺ ഏതാണ് എന്നാണ്. ഗ്രേ കാസ്റ്റ് അയൺ, നൊഡുലർ കാസ്റ്റ് അയൺ, വൈറ്റ് കാസ്റ്റ് അയൺ എന്നിങ്ങനെയൊക്കെ ആയിരിക്കും ഓപ്ഷനിൽ ഉണ്ടാവുന്നത്. ഉത്തരം വൈറ്റ് കാസ്റ്റ് അയൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് മെറ്റൽ കാനോട്ട് ബി ഫോർജ്ഡ്? ഉത്തരം കാസ്റ്റ് അയൺ. ഏത് മെറ്റലാണ് കാനോട്ട് ബി ഫോർജ്ഡ്? കാസ്റ്റ് അയൺ. അതെ, വിച്ച് ഫർണസ് ഈസ് യൂസ്ഡ് ടു ഗെറ്റ് പിഗ് അയൺ ഫ്രം അയൺ ഓർ? വിച്ച് ഫർണസ് ഈസ് യൂസ്ഡ് ടു ഗെറ്റ് പിഗ് അയൺ? കാണുന്നുണ്ടോ ഇത്? പിഗ് അയൺ. ഓക്കെ, പിഗ് അയൺ. വിച്ച് ഫർണസ്? ബ്ലാസ്റ്റ് ഫർണസ്. വിച്ച് ഫർണസ് ഈസ് യൂസ്ഡ് ടു ഗെറ്റ് പിഗ് അയൺ ഫ്രം അയൺ ഓർ? ഉത്തരം ബ്ലാസ്റ്റ് ഫർണസ്. അടുത്തത് വാട്ട് ഈസ് ദ നെയിം ഓഫ് ഫർണസ് ടു ഒബ്റ്റെയിൻഡ് കാസ്റ്റ് അയൺ? ഇതെന്താണ്? കാസ്റ്റ് അയൺ ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ഫർണസ് ടു ബി ഒബ്റ്റെയിൻഡ് കാസ്റ്റ് അയൺ? ഉത്തരം കുപ്പോള. അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് ലോ കാർബൺ സ്റ്റീൽ? അതർ നെയിം ഓഫ് ലോ കാർബൺ സ്റ്റീൽ. ലോ കാർബൺ സ്റ്റീലിൻ്റെ മറ്റൊരു പേരെന്താണ്? മൈൽഡ് സ്റ്റീൽ എന്നാണ്. വാട്ട് ഈസ് ദ
അതർ നെയിം ഓഫ് ലോ കാർബൺ സ്റ്റീൽ, മൈൽഡ് സ്റ്റീൽ. അടുത്ത വാട്ട് ഈസ് ദ കാർബൺ പെർസെൻറ്റേജ് മീഡിയം കാർബൺ സ്റ്റീൽ. മീഡിയം കാർബൺ സ്റ്റീലിലുള്ള കാർബൺ പെർസെൻറ്റേജ്, മീഡിയം കാർബൺ സ്റ്റീലുള്ള കാർബണിൻ്റെ പേഴ്സൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 0.25% to 0.5%. മീഡിയം കാർബൺ സ്റ്റീലുള്ള കാർബൺ പെർസെൻറ്റേജ് 0.25% to 0.5%. അടുത്ത വാട്ട് ഈസ് ദ കാർബൺ പെർസെൻറ്റേജ് ഇൻ ലോ കാർബൺ സ്റ്റീൽ. ലോ കാർബൺ സ്റ്റീലുള്ള കാർബൺ പെർസെൻറ്റേജ് 0.15% to 0.25%. മീഡിയം കാർബൺ സ്റ്റീലുള്ള കാർബണിൻ്റെ പെർസെൻറ്റേജ് 0.25 മുതൽ 0.5% വരെയാണ്. ലോ കാർബൺ സ്റ്റീലാണെങ്കിൽ 0.15% മുതൽ 0.25% വരെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.